എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ സംഘടനയുടെ പിറവിക്ക് പിന്നിലെ കഥ, അതായത് ആ 27 വർഷത്തെ നിർണായകമായ യാത്ര, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു യാത്ര എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാമല്ലേ. ആദ്യം നമ്മൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ഉയർന്നു വന്ന ആദ്യകാല രാഷ്ട്രീയ സംഘടനകളെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം കാര്യങ്ങൾ ചൂടുപിടിപ്പിച്ച ചില വിവാദ ബ്രിട്ടീഷ് നയങ്ങൾ, അതെങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിറവിയിലേക്ക് നയിച്ചതും അതിന്റെ ആദ്യത്തെ പ്രസിഡന്റുമാർ ആരായിരുന്നുവെന്നും നമ്മൾ കാണും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1858-ലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ആ വർഷം. അതുവരെ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയെ മാറ്റി ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. ഈ ഒരു അധികാരമാറ്റത്തോടെ ഒരു പുതിയ പദവി വന്നു, അതാണ് വൈസ്രോയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ്? അത് മറ്റാരുമായിരുന്നില്ല, കാനിംഗ് പ്രഭുവായിരുന്നു. ക്യാനിംഗ് പ്രഭുവും അദ്ദേഹത്തിനു ശേഷം വന്ന എൽജിൻ പ്രഭുവുമൊക്കെയാണ് ഈ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആദ്യഘട്ടത്തിന് ചുക്കാൻ പിടിച്ചത്. പക്ഷേ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ മാത്രമായിരുന്നില്ല അന്ന് നടന്നിരുന്നത്. ഇതേ സമയത്ത് തന്നെ വഹാബി പ്രസ്ഥാനം പോലെയുള്ള പുതിയ മതപരവും സാമൂഹികവുമായ മുന്നേറ്റങ്ങളും ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ ഭരണമാറ്റം വന്നപ്പോൾ ഇന്ത്യക്കാർക്ക് തോന്നി തുടങ്ങി, നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നമുക്കും സംഘടിത രൂപങ്ങൾ വേണമെന്ന്. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ആദ്യത്തെ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകുന്നത്. നമുക്കതിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ നോക്കൂ, ഇത് വളരെ രസകരമാണ്. 2 പ്രധാനപ്പെട്ട സംഘടനകൾ. ഒന്ന്, ദാദാഭായ് നവറോജി ലണ്ടനിൽ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, അതെ, ലണ്ടനിൽ. മറ്റൊന്ന് 10 വർഷത്തിനു ശേഷം സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ചേർന്ന് കൽക്കട്ടയിൽ തുടങ്ങിയ ഇന്ത്യൻ അസോസിയേഷൻ. ഒന്ന് ഇന്ത്യക്കു പുറത്തും മറ്റൊന്ന് ഇന്ത്യക്കകത്തും. പക്ഷെ ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു, ഇന്ത്യക്കാരുടെ ശബ്ദം കേൾപ്പിക്കുക. തീർച്ചയായും ഇവ മാത്രമല്ല, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സമാനമായ സംഘടനകൾ ഉയർന്നുവന്നു. അതിൽ പ്രധാനപ്പെട്ട 2 പൂനെ സാർവജനിക് സഭയും മദ്രാസ് മഹാജന സഭയും. അതായത് ഓരോ പ്രദേശത്തും ആളുകൾ സംഘടിക്കാൻ തുടങ്ങിയിരുന്നു. ഈ സംഘടനകളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ചില വിവാദപരമായ നയങ്ങൾ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചിതറിക്കിടക്കുന്ന സംഘടനകളെയെല്ലാം ഒരുമിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുകൂടി ഉറപ്പിച്ചു. കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാവുകയായിരുന്നു. ലിറ്റൻ പ്രഭു വൈസ്രോയ് ആയിരുന്ന സമയത്ത് വന്ന ഒരു നിയമമാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. സംഭവം സിമ്പിളായിരുന്നു. ഇന്ത്യൻ ഭാഷകളിൽ ഇറങ്ങുന്ന പത്രങ്ങളെ പൂട്ടിക്കുക, അതായത് സർക്കാരിനെ വിമർശിക്കുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുക. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്യം. ലിട്ടൺ ബോയ് റിപ്പൺ പ്രഭു വന്നു. അദ്ദേഹം ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു, ഒരു നല്ല പേരുണ്ടാക്കാൻ നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ കാലം ഓർമ്മിക്കപ്പെടുന്നത് ആ നല്ല കാര്യങ്ങളുടെ പേരിലല്ല, മറിച്ച് ഒരു വലിയ വിവാദത്തിന്റെ പേരിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാര്യത്തിലൊരു വൈരുദ്ധ്യമുണ്ട്. ഒരു വശത്ത് ആദ്യത്തെ ഫാക്ടറി നിയമം, വിദ്യാഭ്യാസത്തിനായുള്ള ഹണ്ടർ കമ്മീഷൻ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ മറുവശത്ത് ആളിക്കെത്താൻ പോകുന്നൊരു തീയുണ്ടായിരുന്നു, ഇൽബർട്ട് ബിൽ. അത് കൊണ്ടുവന്നതും ഇതേ റിപ്പൺ പ്രഭു തന്നെ. അപ്പോ എന്തായിരുന്നു ഈ ഇൽബർട്ട് ബിൽ? എന്തിനായിരുന്നു ഇത്ര വലിയ കോലാഹലം? സംഭവം ഇത്രയുള്ളൂ. യൂറോപ്യന്മാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്കും അധികാരം നൽകുന്ന ഒരു ബില്ലായിരുന്നു അത്. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ഒരു ഇന്ത്യക്കാരൻ ഞങ്ങളെ വിചാരണ ചെയ്യുകയോ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഈ ഒരൊറ്റ സംഭവം മതിയായിരുന്നു ഇന്ത്യൻ നേതാക്കൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ. ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. ഒരു ദേശീയ സംഘടന അത്യാവശ്യമാണ്. അങ്ങനെ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ്, ആ ഒരു അമർഷത്തിൽ നിന്നാണ് 1885-ലെ ആ ചരിത്ര നിമിഷം പിറവിയെടുക്കുന്നത്. ഒരു രാജ്യത്തിനു വേണ്ടി ഒറ്റ ശബ്ദത്തിൽ സംസാരിക്കാൻ ഒരു സംഘടന വേണം എന്ന ചിന്ത യാഥാർത്ഥ്യമാവുകയായിരുന്നു. അങ്ങനെ 1885-ല് ഡഫ്രിൻ പ്രഭു വൈസ്രോയ് ആയിരിക്കുമ്പോൾ എ.ഒ. ഹ്യൂം എന്നൊരു റിട്ടയേർഡ് ബ്രിട്ടീഷ് സിവിൽ സർവന്റ് മുൻകൈ എടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്നു. എത്ര പേരുണ്ടായിരുന്നുവെന്നറിയോ? വെറും 72 പ്രതിനിധികൾ. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. അപ്പോ ഈ പുതിയ സംഘടനയെ ആരാണ് നയിച്ചത്? ആ ആദ്യകാല നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ഒന്ന് നോക്കിയേ, ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി, ഒരു ബംഗാളി ഹിന്ദു. രണ്ടാമത്തെ ആള് ദാദാഭായ് നവറോജി, ഒരു പാർസി. മൂന്നാമത്തെ പ്രസിഡന്റ് ഒരു മുസ്ലിം, ബദ്രുദ്ദീൻ തയ്യബ്ജി.
നാലാമത്തെയാൾ ഒരു ഇന്ത്യക്കാരൻ പോലുമല്ല, ജോർജ് യൂൾ. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ സംഘടനയല്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണ് എന്ന് തുടക്കത്തിലെ അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ വെറും 3 പതിറ്റാണ്ടുകൊണ്ട് ചിതറിക്കിടന്ന പല ചെറിയ സംഘടനകളിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശബ്ദമാകാൻ ഒരു പ്രസ്ഥാനം ജനിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ ഒരു ശബ്ദമുണ്ടായതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. ആ ശബ്ദം ആർക്കുവേണ്ടി സംസാരിക്കും? അടുത്തതായി എന്തു പറയും? അതായിരുന്നു യഥാർത്ഥ ചോദ്യം. അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളും ചരിത്രവിജയങ്ങളുമെല്ലാം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.